ഈ ദൗത്യത്തിന് പിന്നിൽ 2000-ഓളം കപ്പലുകൾ ഉൾപ്പെടുന്ന വമ്പൻ ശൃംഖലയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ കേവലം ഇറാനിയൻ കപ്പലുകൾ മാത്രമല്ല ഉള്ളത്. ലൈബീരിയ, പനാമ, മാർഷൽ ഐലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളുടെ പതാകകൾക്ക് കീഴിൽ സർവീസ് നടത്തുന്ന കപ്പലുകളാണ് ഈ ശൃംഖലയിലെ പ്രധാനികൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നു എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇവയിൽ ഭൂരിഭാഗവും ഇറാന്റെ എണ്ണ രഹസ്യമായി വിപണിയിലെത്തിക്കാൻ സഹായിക്കുന്നവയാണെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള പതിവ് പാതകൾ ഒഴിവാക്കി ഒമാൻ കടലിലൂടെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഉൾഭാഗങ്ങളിലുമൂടെയാണ് ഈ കപ്പലുകൾ സഞ്ചരിക്കുന്നത്. തങ്ങളുടെ ഐഡന്റിറ്റി മറച്ചുപിടിക്കാൻ അതീവ സങ്കീർണമായ തന്ത്രങ്ങളാണ് ഇവർ പയറ്റുന്നത്. ഗോസ്റ്റ് ഫ്ലീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കപ്പലുകൾ ഉപരോധ മേഖലകളിൽ പ്രവേശിക്കുമ്പോൾ തങ്ങളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ പൂർണ്ണമായും ഓഫാക്കി വെക്കുന്നു. ഇതോടെ റഡാറുകളിലും നിരീക്ഷണ ഉപഗ്രഹങ്ങളിലും ഇവ അദൃശ്യമായി മാറുകയാണ്. ഇറാന്റെ ഈ പുതിയ തന്ത്രത്തിന്റെ കേന്ദ്രബിന്ദു ഹോർമുസ് കടലിടുക്കിന് പുറത്തുള്ള ജാസ്ത് തുറമുഖമാണ്. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായി ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടാലും ഇറാന്റെ എണ്ണ വ്യാപാരം തടസ്സപ്പെടാതിരിക്കാനാണ് ഈ തുറമുഖം സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിനായി നിർമ്മിച്ച ഗൊറേജാസ്ക് പൈപ്പ് ലൈൻ പദ്ധതി ഇന്ന് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലാണ്. ഈ പുതിയ റൂട്ടിലൂടെ നീങ്ങുന്ന കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേനയുടെ നേരിട്ടുള്ള പരിശോധനകളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഒമാൻ ഉൾക്കടൽ പിന്നിടുന്ന ഈ കപ്പലുകൾ പിന്നീട് ആഫ്രിക്കൻ തീരങ്ങളിലൂടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നു.